ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ എപ്പോഴും വാർത്തയാണ്. ഇന്നലെ ഉത്തർപ്രദേശ് അസംബ്ലിയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഒരാളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളൊന്ന് ചുരുക്കി നമുക്ക് പ്രേക്ഷകരോട് ചുരുക്കി പറയാം. അദ്ദേഹം അബു ആസ്മി എന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടി MLA മഹാരാഷ്ട്രയില്, ഈ വിദ്വാൻ അബു ആസ്മി മങ്കുർദ് ശിവാജി നഗർ മണ്ഡലത്തിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ MLA ആണ്. ഈ അബു ആസ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 17ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഔറംഗസേബ്, ഇപ്പൊ ചാവ സിനിമ വന്നിരിക്കുകയാണ്, മഹാരാഷ്ട്രയിലൊക്കെ ഇത് വലിയ വികാരമാണ്, സാംബാജിയുടെ കഥയല്ലേ. അപ്പൊ അങ്ങനെ നിറഞ്ഞു വെക്കുമ്പോൾ ഔറംഗസേബിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് അബു ആസ്മി സംസാരിച്ചു. അബു ആസ്മി പറഞ്ഞു, ഔറംഗസേബിന്റെ കാലത്താണ് ഇന്ത്യ വളർന്നത്, മഹാനായിരുന്നു ഔറംഗസേബ്, മഹാനായ ഔറംഗസേബ് ആയിരുന്നു, മഹാനായ അല്ല. അതെ, അമ്പലങ്ങൾ പണിത് വലിയ ഭരണാധികാരിയായിരുന്നു. 2500ഓളം ക്ഷേത്രങ്ങൾ തകർത്തയാളാണ്. ഈ പാറകളിൽ അങ്ങനെ തന്നെ കൊത്തിയ ക്ഷേത്രങ്ങളെ വെച്ച് ബാക്കിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ഒഴികെ. അതായത് ഈ അജന്ത എല്ലോറ എന്നൊക്കെ പറയുന്നൊക്കെ പാറകളിൽ കൊത്തി വെച്ചിരിക്കുകയാണല്ലോ, മലകളിലെ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തത് മുഴുവൻ അതും ശ്രമിച്ചു. അവിടെയൊക്കെ ആളുകളെയൊക്കെ അയച്ച് നോക്കി, അതിന്റെ അടയാളങ്ങളുണ്ട് അവിടെ. അതെ, അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരാളെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ ഇയാളുടെ ആക്രമണങ്ങൾ നടന്നാണല്ലോ. അതല്ല ഇപ്പൊ അഹല്യബായി ഹോൾക്കറിന്റെ ഒക്കെ ഓർമ്മയിൽ 300ാം മതവറിയനായ ഒരു പേനായായിരുന്നു ഔറംഗസേബ്. അതെ, ഒരു പേപ്പട്ടി. അപ്പൊ ഇത് മഹാരാഷ്ട്രയിൽ വലിയ വികാരം ഉണ്ടായി. പ്രത്യേകിച്ച് സിനിമയൊക്കെ വന്നിരിക്കുമ്പോ സാംബാജി, ശിവാജി ഒക്കെ എതിർത്തിരുന്ന ഒരാളെ. അതെ, അതിനകത്ത് എത്ര ക്രൂരനായ നിർദ്ധയനായ ഒരു മനുഷ്യനാണ് ഔറംഗസേബ്. ആ ചാവ ഞാനും കണ്ടു. മനുഷ്യനല്ലല്ലോ, മൃഗതുല്യമായ ജീവിതം നയിച്ചൊരു ചെറ്റ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇയാളെ ബജറ്റ് സമ്മേളനം കഴിയുന്നത് വരെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ അസാധാരണമായ ഒരു ആക്ഷനാണ്. മുമ്പൊന്നും ഇവിടെ അങ്ങനെ നടക്കില്ലല്ലോ. മുസ്ലിം സമ്മർദ്ദമല്ലേ, ഈ പറഞ്ഞാണ് ശരിയെന്നല്ലേ പറയുക, വേണമെങ്കിൽ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പൊ ബജറ്റ് സമ്മേളനം കഴിയുന്നവരെ ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇയാൾ ഒറ്റുകാരനാണെന്ന് ഷിൻഡെ അസംബ്ലിയിൽ പ്രസംഗിച്ചു. ഈ ശിവാജിയും സംഭാജിയും ഒക്കെ അവഹേളിക്കുന്ന ഇയാൾ ഒറ്റുകാരനാണ്. സംഭാജി എന്ന് പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരുന്ന ഈ സംഭാജി, ഈ ചാവ സിനിമ വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഡൽഹിയിലുണ്ടായി. ഡൽഹിയിൽ ഒരു ഊബർ ഡ്രൈവർ കാർ ഓടിച്ചു പോകുമ്പോൾ അതിലൊരു പാകിസ്ഥാനിയും അയാളുടെ ഇന്ത്യൻ ഗേൾ ഫ്രണ്ടും കൂടെ കാറിൽ കയറി സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് ഇങ്ങനെ ഇന്ത്യക്കാരെ മുഴുവൻ നിന്ദിക്കാൻ തുടങ്ങി. ഡൽഹിക്കാരെ, ബോംബെക്കാരെ, ഇന്ത്യക്കാരെയൊക്കെ ചിത്ത പറയുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിർത്ത്, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെയും തുടർന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ 2 വലിച്ച് പുറത്തിട്ട് ഇതിൻ്റെ ഓട്ടോ വേണ്ട, കാശും വേണ്ട, ഇറങ്ങിക്കോടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പുള്ളി സ്ഥലം വിട്ടു. ആ ഓട്ടോക്കാരൻ ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ താരമാണ്. താരം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് താരം, വില്ലൻ. അതായത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ചാവ സിനിമ കണ്ടപ്പോൾ പുള്ളിക്ക് ഔറംഗസേബിനോട് ഭയങ്കര കരിമൂത്തിട്ട് ഔറംഗസേബിൻ്റെ പടം എടുത്ത് ഡൽഹിയിലെ ഈ ശൗചാലയങ്ങളിൽ കൊണ്ടൊട്ടിച്ചു. അതിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നു. ഇത് വൈറലായി പാകിസ്ഥാനിൽ ചെന്നു. പാകിസ്ഥാനികൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഊബർ ഡ്രൈവറുടെ പടം കൊണ്ട് മാറ്റിയിട്ട് ഒരു കാവിയൊക്കെ ധരിച്ചിരിക്കുന്ന ഹിന്ദു ഭീകരൻ എന്ന് പറഞ്ഞ് ഒരു പടം വെച്ചിട്ട് അത് പാകിസ്ഥാനിൽ വലിയ തരം ഔറംഗസീബിനെ അപമാനിക്കുന്ന ഹിന്ദു ഭീകരൻ എന്ന് പറഞ്ഞ് ആളുടെ ആ ചിത്രം മൊത്തം മാറ്റി ഇയാളുടെ വേറൊരു കാവി ധരിച്ച ഒരാളുടെ പടമാക്കി മാറ്റിയിട്ട് പാകിസ്ഥാനിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രകാന്ത് പാട്ടീൽ പ്രമേയം അവതരിപ്പിച്ചു ഈ സസ്പെൻഡ് ചെയ്യാനുള്ള. ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു, ഇത് നമ്മുടെ അന്തസ്സിന് നിരക്കുന്ന പ്രവൃത്തിയല്ല ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്, നമ്മൾ ശിവാജിയും സംഭാജിയും ഒക്കെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ അസ്മി ഇത് പിൻവലിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ എന്നാലും അയാളുടെ ഉള്ളിലിരിക്കുന്ന ഇതാണല്ലോ. അപ്പോൾ അസംബ്ലിയിൽ, UP അസംബ്ലിയിൽ ഇന്നലെ യോഗി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഛത്രപതി ശിവാജിയുടെ പൈതൃകം മറന്ന് ഔറംഗസേബിനെ നായകനായി കാണുന്നവനാണ് ഈ അബു ആസ്മി.
അവന് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചു. അവനെ പുറത്താക്കിയിട്ട് ഇങ്ങോട്ട് തരൂ, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഒരു വശത്ത് കുംഭമേളയെ ചീത്ത പറയുന്നു, മറുവശത്ത് ഔറംഗസേബ് മഹാൻ എന്ന് പറയുന്നു. ഭ്രാന്തനാണിവൻ. അമ്പലങ്ങൾ നശിപ്പിച്ചയാളാണ് ഔറംഗസേബ്. ഇന്ത്യയുടെ വിശ്വാസവും തകർത്തു. എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിയില്ല? ഒരു പൊതുയോഗത്തിൽ അവനെ വിളിച്ച് വിശദീകരിക്കാൻ പറ. സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് ഒരു പൊതുയോഗം വിളിക്കട്ടെ, എന്നിട്ട് അവൻ ഈ ഔറംഗസേബ് മഹാനാണ്, എങ്ങനെ മഹാനായി എന്ന് വിശദീകരിക്കാൻ പറ. അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് അവനെ വിട്, ഞങ്ങൾ പഠിപ്പിച്ചു വിടാം എന്ന് പറഞ്ഞു. സ്വന്തം ബാപ്പയെ അവൻ തടവിലിട്ടു. ഔറംഗസേബ് ഷാജഹാനെ ആഗ്ര കോട്ടയിലാണ് തടവിലിട്ടത്. വെള്ളം പോലും കൊടുത്തില്ല. സമാജ്വാദി പാർട്ടിക്ക് ഔറംഗസേബ് മഹാനെങ്കിൽ പാട്ന ലൈബ്രറിയിൽ പോയി നോക്കട്ടെ, ഷാജഹാന്റെ ആത്മകഥ വായിക്കട്ടെ. ഷാജഹാൻ എഴുതിയിട്ടുണ്ട്, ഔറംഗസേബിനേക്കാൾ ഭേദമാണ് ഏതു ഹിന്ദു കുട്ടിയും. ഷാജഹാന്റെ ആത്മകഥയിൽ പറയുന്നതാണ് ഈ മകനെ പറ്റി, ഔറംഗസേബിനെ പറ്റി ഷാജഹാൻ. ഔറംഗസേബിനേക്കാൾ ഭേദമാണ് ഏതു ഹിന്ദു കുട്ടിയും. മാതാപിതാക്കളെ ഹിന്ദു കുട്ടികൾ നോക്കും, നന്നായി പരിചരിക്കും, ശേഷക്രിയ ചെയ്യും, മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കും എന്നെഴുതിയിട്ടുണ്ട്. ഈ മകനെ പറ്റി ആ അഭിപ്രായമേ ഉള്ളൂ ഷാജഹാന്. സംസ്കാരമുള്ള, യോഗി പറയാണ്, സംസ്കാരമുള്ള ഒരു മുസ്ലിമും ഇന്ന് കുട്ടിക്ക് ഔറംഗസേബ് എന്ന് പേരിടില്ല. എന്നിട്ട് ഈ അബു അസ്മിയെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കാം എന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നിപ്പോൾ ധാരാളം ആളുകൾ പലായനം ചെയ്ത് പഞ്ചാബിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. യോഗി വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ. ഈ അത് ഒരുപാട് മുസ്ലിംസ് പോകുന്നുണ്ടെന്നാണ് അല്ലേ? മുസ്ലിങ്ങൾ കുടിയേറുന്നു ഉത്തർപ്രദേശിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ നിന്നൊക്കെ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ നിശബ്ദമായി ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അതായത് ക്രിസ്തു മതത്തിലേക്ക് ഒരുപാട് പേര് പഞ്ചാബിൽ മതം മാറുന്നുണ്ട്. ഇത് കേന്ദ്രത്തിനറിയാം. ഇവാഞ്ചലിസ്റ്റുകളുടെ ഈ പ്രവർത്തനം, എനിക്ക് തോന്നുന്ന ഒരു ചില വിമർശനങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ, അറിവോടെ, മൗനസമ്മതത്തോടെയാണ് സിഖുകാർക്കിടയിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള മതപരിവർത്തനം നടക്കുന്നത് എന്നൊരു ആക്ഷേപം പല നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഞാനും കണ്ടിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിന് ഒരു അജണ്ടയുണ്ട്. കാരണം ഇവിടെ ഖലിസ്ഥാൻ വാദം ഇപ്പോൾ വീണ്ടും പതുക്കെ പഞ്ചാബിലെ സിഖുകാർക്കിടയിൽ പ്രബലമായി വരികയാണ്. അപ്പോൾ അവിടെ ഇവരിൽ കുറേ പേര് മതം മാറി ക്രിസ്ത്യാനികളായാൽ ഇതിൻ്റെ മുനയൊടിക്കാൻ പറ്റും എന്നൊരു തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന പോലെ ഒരു പ്രതിക്രിയ എന്ന തരത്തിൽ ഈ മതം മാറ്റം കുറച്ചൊക്കെ അങ്ങ് നടക്കട്ടെ എന്നൊരു അനുകൂല മനസ്ഥിതി കേന്ദ്രത്തിനുണ്ട് എന്നൊരു ആക്ഷേപം പറഞ്ഞു കേൾക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? ആക്ഷേപമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല. ഈ ഓൺലൈൻകാരൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സുദർശൻ എന്ന് പറഞ്ഞൊരു ഹിന്ദു, അയാൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ വിളിച്ചു, ബഗുസരായിലേക്കൊന്ന് വാ, കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പൊ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ നാരദൻ ഡൽഹിയിൽ നിന്ന് ബഗുസരായിലേക്ക് പോയി. അപ്പൊ നോക്കുമ്പോ ഈ സുദർശൻ എന്ന് പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യാനിയായിട്ട് മാറിയിട്ട് ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ, അയാൾ സ്വന്തമായിട്ട് പള്ളി പണിതിരിക്കുന്നു. എന്നിട്ട് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പറയാണ് ആ പള്ളിയിൽ 50,000 പേര് ആരാധനയ്ക്ക് വന്നിരുന്നു എന്ന്. അപ്പൊ നമ്മളിങ്ങനെ ചില മിമിക്രിക്കാരൊക്കെ പറയുമ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാ, കുറച്ചൊന്ന് കുറയ്ക്കാമോ ഇത്തിരി. അതിപ്പോൾ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഒരു ചാനലിൽ ഒരു വാർത്ത പോകുന്നുണ്ടായിരുന്നു. ഒരാൾ 37 വർഷമായിട്ട് നോമ്പെടുക്കുന്ന ഒരാൾ, ഒരു ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞൊരു വാർത്ത. അത് കണ്ടപ്പോൾ ഞാൻ FB ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഞാൻ പോസ്റ്റ് ഇട്ടത് 37 വർഷമായി നോമ്പ് തുറക്കുന്ന എൻ്റെ ആളുടെ പേര് വന്നു കേട്ടോ എന്നെഴുതി. അത് താഴെ 25 വർഷമായിട്ടെങ്കിലും
പുൽക്കൂട് ഒരുക്കുകയും വിഷുക്കണി വെക്കുകയും ചെയ്യുന്ന ഒരു മുസ്തഫയുടെ സ്റ്റോറി എപ്പോൾ വരും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാനിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രഭാകരൻ ഉണ്ടല്ലോ, അവൻ 30-35 വർഷം മുമ്പ് അവൻ മതം മാറി മുസ്ലിം ആയതാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ മറ്റേ സിനിമയിൽ സുരേഷ് ഗോപി വിളിക്കുന്ന പ്രഭാകര എന്ന് വിളിച്ചു പോയി. നേരാണോ ഇല്ലയോ എന്ന് അറിയില്ല, ഒരാൾ പറഞ്ഞതാണ്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാളിപ്പോൾ പറഞ്ഞാണ് നിങ്ങൾ ആ പോസ്റ്റ് ഇട്ട സംഭവം അങ്ങനെയൊന്നുമല്ല, അയാൾ ഒരു കൺവേർട്ട് ചെയ്ത് ഇപ്പം മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളാണ്, പേര് മാറ്റിയിട്ടില്ല. ഈ പെന്തക്കോസ്റ്റിൽ അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, രാജേഷ് വർമ്മ, നീലകണ്ഠൻ നമ്പൂതിരി ഇതൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പോലെ. എൻ്റെ നാട്ടിൽ നിന്നൊരാളുണ്ടായിരുന്നു, പെന്തക്കോസ്റ്റിലെ രമണി തമ്പുരാട്ടി. ഓ ആ, അതിപ്പോൾ ഒരു ഫാഷനാണ്. ഇപ്പം ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ പേര് മാറ്റിയിട്ട് എന്തോ ഒരു നമ്പ്യാരായപ്പോൾ പറഞ്ഞത് ബ്ലൂ ഫിലിമിൽ അഭിനയിക്കണം. എൻ്റെ മതത്തിൽ അത് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മതം മാറി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ബ്ലൂ ഫിലിം അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. ശരിക്കും ഹിന്ദുക്കളെ അപമാനിക്കലാണ്. പക്ഷേ ഇപ്പോൾ ഒരു വെബ് സീരിയലൊക്കെ ഇറക്കി, നമ്മുടെ മറ്റേ അലൻസിയർ നായകനായിട്ടുള്ള വെബ് സീരിയൽ വരുന്നുണ്ട്. അലൻസിയറിനും സന്തോഷമായി കാണും. അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ പഞ്ചാബിലെ ഈ തിയറി, മറ്റേ ഈ ഒരുപാട് തിയറി ഇങ്ങനെ കൺവെർഷന്റെ ഓൺലൈനിൽ ഇതൊക്കെ കുറെ സംഖ്യകൾ വിശ്വസിക്കുന്നുണ്ട്. അതെ, സംഖ്യകളെ പറ്റിക്കാൻ എളുപ്പമാണെന്നാണ് ഇദ്ദേഹം കരുതുന്നത്. പക്ഷെ സംഖ്യകൾ അങ്ങനെയൊന്നും പറ്റിക്കപ്പെടാൻ പറ്റില്ല. അപ്പൊ പഞ്ചാബിൽ ഇങ്ങനെയായിരുന്നു, പഞ്ചാബിലെ കഥ പറഞ്ഞല്ലോ, അതും ഇയാൾ പറയാറുണ്ട്. ഈ അങ്ങനെയാണെങ്കിൽ ബഗുസരായ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്ത് ഇങ്ങനത്തെ കൺവെർഷൻ സമ്മതിച്ചു കൊടുക്കും? അതെ, ആ സംസ്ഥാന സർക്കാർ സമ്മതിച്ചു കൊടുക്കുമോ? മണ്ടത്തരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കേൾവിക്കാരെ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതെ, പുതിയൊരു തിയറി ഉണ്ടാക്കുകയാണ്. പുതിയ ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ് പുതിയ തിയറി. കോൺസ്പിറസി തിയറികൾ ഉണ്ടാക്കിയാൽ അതിന് കേൾക്കാൻ ഒരു കൗതുകം ഉണ്ടല്ലോ, ഒരു എന്താ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. അതിനുവേണ്ടി വാർത്തകൾ ചമയ്ക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു തിയറി ഉണ്ട്. ആ തിയറി ശരിയോ തെറ്റോ എന്നറിയില്ല, കാലം തെളിയിക്കട്ടെ. ഇപ്പം മറ്റേ യോഗി പറഞ്ഞു കഴിഞ്ഞാൽ ആ അബു അസ്മി ഇങ്ങോട്ട് ഞാൻ കൈകാര്യം ചെയ്തോളാം ഇങ്ങോട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ടെങ്കിലും തീർച്ചയായും യോഗി കൈകാര്യം ചെയ്തിരിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.